രതീഷേ, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിൽ ലത്തീൻ സഭയുടെ പ്രധാനപ്പെട്ട ദേവാലയമായ സെന്റ് ഫ്രാൻസിസ് അസൈസി ദേവാലയത്തിലാണ്. ഇവിടെ ഏകദേശം 11 കൂടിയുള്ള ഈ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥന കുർബാന ആരംഭിക്കും. ആദ്യം തന്നെ ബിഷപ്പ് ഹൗസിൽ നിന്നും ഇവിടുത്തെ ഫാദർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആ ഒരു ഉണ്ണിയേശുവിൻ്റെ ഒരു സ്വരൂപവുമായി അവിടെ നിന്നൊരു വലിയ ഘോഷയാത്രയോടുകൂടി ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തും. തുടർന്ന് പള്ളിയിൽ അൾത്താരയിൽ വലിയ രീതിയിലുള്ള വിശ്വാസി സമൂഹത്തോട് ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു കുർബാന നടക്കും. അതിനുശേഷം ഏകദേശം 11:45-12 മണിയോടടുപ്പിച്ച് ഉണ്ണിയുടെ തിരുപ്പിറവി ആഘോഷിക്കും. പിന്നീടും ഏകദേശം പ്രാർത്ഥന ചടങ്ങുകളുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ ഈ പള്ളിയിൽ ഇപ്പോൾ ഇതിനോടകം നടന്നിട്ടുണ്ട്. വലിയ പുൽക്കൂടുകൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഏതായാലും വലിയ ആഘോഷമാണ്, വർണ്ണാഭമായിട്ടുള്ള ആഘോഷം. എല്ലാ തവണത്തെയും പോലെ തന്നെ നമുക്കറിയാം, കൊച്ചിക്കാർക്ക് പ്രത്യേകിച്ചും ഈ ഒരു ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം വലിയ ആഘോഷമാണ്. ഈ ഒരു ഒരാഴ്ച കാലം എന്ന് പറയുന്നത് വലിയ ആഘോഷത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ കൊച്ചിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിപ്പോൾ ക്രിസ്മസോടുകൂടി ആരംഭിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ 25 ദിവസമായിട്ടുണ്ടായിരുന്ന ഒരു നോയമ്പ് കാലം, ആ നോയമ്പ് കാലത്തിന് അറുതി വന്ന് ഉണ്ണിയേശുവിൻ്റെ ഒരു തിരുപ്പിറവി ആഘോഷിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് ഒരു ക്രൈസ്തവ സമൂഹം ഇതോടുകൂടി കടക്കുകയാണ്. വലിയ ആഘോഷങ്ങൾ ഇതിനെ പദ്ധതി ഇട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കമാണ്. ഏതാനും മണിക്കൂറുകൾ, ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോൾ ലത്തീൻ സഭയുടെ ഒരു പള്ളിയിലാണ് നമ്മളുള്ളത്. ഈ കത്തോലിക്ക സഭയുടെ സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായിട്ടുള്ള സെന്റ് തോമസ്, കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള റാഫേൽ തട്ടിൽ പിതാവാണ് അവിടുത്തെ ഒരു പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുക. 11:00 തന്നെ അവിടുത്തെ തിരുകർമ്മങ്ങളും ആരംഭിക്കും. ഏതായാലും വലിയ വിശ്വാസികൾ, വലിയ എണ്ണത്തിലുള്ള വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരുക്കങ്ങളുടെ ഒരു അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 11:15 ഇതിൻ്റെ പ്രാർത്ഥന ശുശ്രൂഷകൾ ആരംഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വിശ്വാസികളുടെ പ്രതികരണം കൂടി ലഭിച്ചാൽ വളരെ നന്നായിരിക്കും തോന്നുന്നു. ഇവിടെ വലിയ തിരക്കാണ്, പ്രാർത്ഥനയുടെ ഒരു സമയത്തിലേക്ക് എത്തുകയാണ്. പള്ളി അങ്കണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ഒപ്പം പ്രയർ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുകയാണ്. അതിമനോഹരമായ ദൃശ്യങ്ങളാണ് എല്ലായിടത്തും. നക്ഷത്രങ്ങൾ കൺചിമ്മുന്ന രാവിൽ ഉണ്ണിയേശുവിന് തിരുപ്പിറവി. തിരുവനന്തപുരം പാളയം പള്ളിയിലെ ഉൾപ്പെടെ കൊച്ചിയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ വിവിധയിടങ്ങളിൽ തത്സമയം കാണുകയാണ്. രാവാകെ ഉണർന്നിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ലോകത്തെ അറിയിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്.